ലിവിങ് റൂമിലിരുന്ന് പ്രാന്തെടുത്തപ്പോൾ ഒന്നും നോക്കിയില്ല, പുറത്തോട്ട് ഇറങ്ങാന്നുള്ള മൈൻഡ് ആയിരുന്നു കേട്ടോ. പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാന്നുള്ള മൈൻഡിലാട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയത്. താഴെ നോക്കിയപ്പോൾ ഇത് പായസം കണ്ടു. അപ്പോൾ പിന്നെ പായസം കൂടെ കുടിച്ചിട്ട് പോകാന്നുള്ള മൈൻഡ് ആയിരുന്നു കേട്ടോ. വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ഇസ് അവർ സെലിബ്രിറ്റി റിസൾബി. അങ്ങനെ നമ്മൾ രണ്ടുപേരും നടന്ന് പ്ലാൻ ചെയ്യായിരുന്നു കേട്ടോ എങ്ങോട്ട് പോകണം എന്നുള്ളത്. മെട്രോ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഫിക്സ് ചെയ്തത് ലുലു പോകും. മെട്രോയിൽ അത്യാവശ്യം തിരക്കുള്ളതാണ്, നമ്മൾ ലെസ്ബീൻസിനെ പോലെ നടന്നിട്ടുണ്ടായിരുന്നു. കാണുന്നവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ കിസ് അടിച്ചെന്ന്. സോ സോറി കേസ്, നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ അങ്ങനെ നിന്ന് പോയത്. അങ്ങനെ നേരെ നമ്മൾ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കേട്ടോ. ചെന്ന് പെട്ടൊരു സെക്ഷൻ ആണെങ്കിൽ ഇതായിരുന്നു. ഒരു കിൻഡർ ബോൺസും കൂടെ എടുത്തിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം കൂടുതൽ എന്നാൽ എൻ്റെ കൈ വീണ്ടും ചോക്ലേറ്റിൽ പോകട്ടോ. ഈ ഷുഗർ ലവർ അല്ലാതെ ഞാൻ എങ്ങനെ ഇപ്പോൾ ഷുഗർ അഡിക്റ്റ് ആയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അതായത് സ്പൈസി ലെവൽ ആയിരുന്നു ഞാൻ ഇങ്ങനെ ഇതൊക്കെ കഴിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മര്യാദക്ക് എസ്കലേറ്ററിൽ നിന്ന് പോയിരുന്ന എന്നെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞ് ലിഫ്റ്റ് കയറ്റിയിട്ട് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ലാസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ട് ഇച്ചിരി ആവശ്യം കൂടിയതാണ്. ഇങ്ങനെ എല്ലി കുത്തുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം നമ്മൾ ഫോണിൽ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ വെറുതെ ഇരിക്കായിരുന്നു കേട്ടോ. അതിന് നേരത്തെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം ഇതിനെ നേരത്തെ പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ കുറച്ച് പിള്ളേരെ കണ്ട് പിന്നെ അവരായിട്ട് കുറച്ച് സമയം കത്തിയൊക്കെ വെച്ചു. അപ്പോൾ ഒക്കെ ഇന്നൊക്കെ ഇത്രയുള്ളൂ.